മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സഹോദര മതത്തിൻ്റെയും ഒരു സ്നേഹം പങ്കുവെക്കലായിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മനസ്സിലാക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ആരിസാണേ. നമ്മളെ മുത്തുമണി അകേഷുണ്ട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നൊരു സുഗന്ധഗിരി കർപ്പൂരക്കാട് പറഞ്ഞ സ്ഥലത്ത്. പേര് കേട്ടൊരു അമ്പലമാണെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. അപ്പോൾ അകേഷിന് ഇതിനെ പറ്റി ഏകദേശം അറിയാം. അപ്പോൾ അകേഷിനോട് ചോദിച്ചു നോക്കാം. അതേമാതിരി കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്, ഇന്നലെയും ഇന്നും നാളെയായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇതൊക്കെ ഒന്ന് ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് എത്തിച്ച് നമ്മളൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. അമ്മേ നാരായണ ദേവി നാരായണ ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ്. വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കർപ്പൂരക്കാട് എന്ന് പറയുന്ന കർപ്പൂരക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ്. സ്ത്രീകൾ ഭാരവാഹികൾ നിൽക്കുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റെല്ലാ പുരുഷ മേധാവിത്വം ഉണ്ടാകുന്ന സ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരണം, എല്ലാവരും വന്നേ പറ്റുള്ളൂ നമ്മൾ പറയുകയാണ്. കാരണം എല്ലാതരം അനുഗ്രഹങ്ങളും ഭാവങ്ങളും നിങ്ങൾ വാങ്ങണം. ഇവിടെ വാങ്ങിയിട്ട് പോകണം. ഇവരുടെ അനുഭവം എന്തായാലും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും ഈ സ്ഥലം കാണാൻ എന്ന രീതിയിലെങ്കിലും ഇവിടേക്ക് വരണം എന്നുള്ളത് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് രാജി. അതിനെക്കുറിച്ച് വിശദങ്ങൾ പറയും. 4 വർഷമായിട്ട് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ഓക്കെ. എന്റെ അമ്മേന്റെ അച്ഛൻ കൊണ്ടു നടന്നതാണ്. മൂന്ന് തലമുറ അച്ഛനൊക്കെ കൊണ്ടു നടന്ന കാവാണെന്നാണ് കാവ്. അപ്പൊ 3 തലമുറ മുമ്പുള്ള ഒരു കാവാണ്. അപ്പോൾ ഇത് കാവായിട്ടാണ് ഇത്രയും നേരം കൊണ്ടുപോയത്. ഇപ്പോ ഭദ്രകാളിയും പിന്നെ ആരാണ്? ഭദ്രകാളി, ഗുളിയൻ, കുട്ടിച്ചാത്തൻ, മലക്കാരി, ഗുരു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല വിളിച്ചാ വിളി കേൾക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? വിളിച്ചാ വിളി കേൾക്കുന്ന അമ്മയാണ്. വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ലത് നയന മനോഹരമായ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അമ്പലത്തെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ അമ്മയാണ് സത്യം. കഴിഞ്ഞ ആഴ്ചയിലാണ്. ഞാൻ പോലും ഈ വൈത്തിരി ജനിച്ചു വളർന്ന ആളാണ്. ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഭക്തജനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഇത്രയും മനോഹാരിതമുള്ള ഒരു സ്ഥലത്ത്, നയനമനോഹരമായ സ്ഥലം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന നിങ്ങൾക്ക് പ്രത്യേകതര ഫീൽ തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. അനുഗ്രഹങ്ങൾക്കപ്പുറം നല്ലൊരു ഫീൽ ഇവിടെ കിട്ടാനുണ്ട്. ഇത്തരത്തിലുള്ള കാവുകളെ നമുക്ക് മുന്നോട്ടേക്ക് നിലനിർത്തി കൊണ്ടുപോകണം. അത് നമ്മുടെ പ്രകൃതിക്കും നമ്മളെപ്പോലുള്ള മനുഷ്യർക്കും മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടേക്കുള്ള യാത്രകളിൽ ഇവിടെയുള്ള ആളുകളും എല്ലാവരും തുണയായി കൂടെ വേണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതുവരെ ഞങ്ങളെ അമ്മ കൈവിട്ടിട്ടില്ല. ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ വിളിച്ചാലും വിളിപ്പുറത്താണ് നമ്മുടെ അമ്മയുള്ളത്. അതുപോലെ തന്നെ ഓരോ ഭക്തജനങ്ങളും ആര് തന്നെ വിളിച്ചാലും വിളി കേൾക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാവിലേക്ക് വന്ന് അമ്മയെ കാണാനും അമ്മയ്ക്ക് വേണ്ട വഴിപാടുകൾ നടത്തി അമ്മയുടെ അനുഗ്രഹങ്ങളും നേടാനും എല്ലാവർക്കും സാധിക്കട്ടെ. എന്നെയും ആരിസിനെ ഇവിടെ എത്തിച്ചത് നമ്മളെ വൈത്തിരി തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം വിളിക്കുന്ന ചന്ദ്രബോസേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ എത്തിപ്പെട്ടത്. ഞാൻ ഒരു നാടൻ പാട്ട്